ഇതിൽ ആരെങ്കിലും പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കെമിക്കൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എൻ്റെ ഗ്യാരണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളുകളായിട്ട് പലതരം വെളിച്ചെണ്ണ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വെളിച്ചെണ്ണയുടെ ഡിസ്ട്രിബ്യൂഷൻ കൊച്ചിയിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കെയർ ഓഫിൽ അവനോടുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ആ വെളിച്ചെണ്ണ മേടിച്ച് കുറച്ചധികം നാൾ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളിലും നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കാരണം യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ മായമോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലാന്ന്. പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത പ്രോഡക്റ്റ് മാർക്കറ്റിൽ കിട്ടുക തന്നെ സാധ്യമല്ല. അപ്പോൾ ഇതിൽ ഓൾറെഡി ലേബിൾ ചെയ്തിട്ടുണ്ട് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലാന്ന്. അതിൻ്റെ ക്വാളിറ്റി അത് ഉപയോഗിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്, അത് ഉണ്ടാക്കുന്ന യൂണിറ്റ് ആലപ്പുഴയിലാണ്. അപ്പോൾ നമ്മുടെ വീട് പള്ളുരുത്തിലാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന യൂണിറ്റ് കാണണം വരണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലായതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളും പ്രോസസ്സിങ്ങും കാര്യങ്ങളും നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റും കാര്യങ്ങളും നമുക്കൊന്ന് നേരിട്ട് കണ്ടുപോകാം. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ചേച്ചിമാരിരുന്ന് തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തേങ്ങ വെട്ടി തേങ്ങാവെള്ളം സെപ്പറേറ്റ് ചെയ്ത് തേങ്ങ മാറ്റി തേങ്ങ ഉണക്കാൻ വേണ്ടി ഇടാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ചേച്ചിമാർ തേങ്ങ നല്ല വെയിലത്ത് കൊണ്ടുവന്ന് ഉണക്കാൻ ഇടുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ ഏകദേശം ഒരു 12 ദിവസം കൊണ്ട് തന്നെ തേങ്ങ കൊപ്പറായിട്ട് മാറി കിട്ടും. വെയിൽ കുറവാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി പോകും കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് പല ദിവസങ്ങളിൽ പല ബാച്ചുകളായിട്ട് ഇട്ട തേങ്ങയും കൊപ്പറയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പരമ്പരാഗത രീതിയിൽ തേങ്ങ ഉണക്കി കൊപ്പറയാക്കണ ഏരികളുണ്ട്. അതിൻ്റെ അകത്ത് നിന്നിട്ട് തേങ്ങയും കൊപ്പറയും ചേച്ചിമാർ സെപ്പറേറ്റ് ചെയ്യണമെന്ന് കാണുന്നത്. അതൊക്കെയാണെങ്കിൽ ഏകദേശം 5 ദിവസം കൊണ്ട് തന്നെ കൊപ്പറായിട്ട് കിട്ടും കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ്. അടിയിൽ തീ ഇട്ട് കൊടുത്തിട്ട് ഒരു വീട് പോലെ തേങ്ങ ഉണക്കിയെടുക്കുന്ന ഒരു സെറ്റപ്പാണ്, പഴയ രീതിയാണ്. പിന്നീടുള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ, അതായത് ചിരട്ടയിൽ നിന്ന് കൊപ്പറ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊപ്പറ റെഡിയായി കഴിയുമ്പോൾ ഓരോ ദിവസത്തെയും വെളിച്ചെണ്ണ തയ്യാറാക്കാനുള്ള കൊപ്പറ എടുത്തതിന് ശേഷം ബാക്കിയുള്ള കൊപ്പറകൾ പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് നല്ല ചണച്ചാക്കുകളിൽ കെട്ടി സൂക്ഷിച്ച് വെക്കും. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഞാൻ വീട്ടിൽ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ബ്രാൻഡഡ് വെളിച്ചെണ്ണയാണിത്. കൂടാതെ ഇവരുടെ പാക്കറ്റുകളിൽ നോ കെമിക്കൽസ് ആൻഡ് നോ പ്രിസർവേറ്റീവ്സ് നല്ല വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത ഇവരുടെ വെളിച്ചെണ്ണ മേക്കിംഗ് ഒന്ന് കാണാനും അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാനും വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്. ഇത് കൊപ്പറ കട്ടിയെടുക്കാനുള്ള ഒരു മെഷീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തയ്യാറാക്കാനുള്ള കൊപ്പറകൾ ആദ്യം തന്നെ ഈ മെഷീനിലേക്കാണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മെഷീനിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊപ്പറ മുകളിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ പ്രോസസ്സിങ് ആരംഭിക്കുന്നത്. നമ്മുടെ മെഷീൻ ഓണായി കഴിയുമ്പോൾ തന്നെ കൊപ്ര നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് താഴത്തേക്ക് വന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്നു. താഴെ ഒരാളിരുന്നിട്ട് വീഴണ കൊപ്രകൾ, അതായത് കട്ട് ചെയ്ത് വന്ന പീസുകൾ കോരി മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ മൗത്ത് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിങ്ങനെ കോരി മാറ്റിക്കൊണ്ടിരിക്കണം. ഞാനത് കയ്യിലെടുത്ത് കാണിച്ചില്ല, കണ്ടോ അത്രയും ചെറിയ സൈസിലാണത് കട്ട് ചെയ്ത് കൊണ്ടുവന്നത്. അത് നല്ല പെർഫെക്റ്റ് കട്ടിങ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ റോഡ് സൈഡിലൊക്കെയുള്ള ചെറിയ മില്ലുകളിലൊക്കെ ഇത്രയും നൈസായിട്ട് കട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കിട്ടണ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അപ്പോൾ ഇതാണ് മുകളിൽ നിന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഏരിയ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ലോഡ് ചെയ്ത് അത്രയും കൊപ്ര നല്ല ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വന്നു. ആ മെഷീൻ്റെ പവർ എന്ന് വെച്ചാൽ അതാണ്. ഇനി നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊപ്ര നമ്മൾ മില്ലിലേക്ക് ഇട്ട് കൊടുക്കണം. കൊപ്ര ആട്ടുന്നതിനുള്ള മില്ലിലേക്ക് ഇട്ട് ലോഡ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കാര്യം ഓവറായി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ മില്ലിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇത് ഒന്നും കൂടി പൊടിഞ്ഞിട്ട് കുറച്ചും കൂടി മൈന്യൂട്ട് നല്ല ചെറിയ ചെറിയ പീസുകളായിട്ടാണ് താഴത്തേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സാധനമാണ് പിന്നീട് കംപ്രസ്സായിട്ട് വെളിച്ചെണ്ണ താഴത്തേക്ക് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. താഴത്തെ ആ ട്രെയിൽ വെളിച്ചെണ്ണ വീഴുന്നു. അതുപോലെ നമ്മുടെ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കൊപ്ര പിണ്ണാക്ക്, അത് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അത് ഇതുപോലെ പാത്രത്തിലെടുത്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ സെയിം മറ്റൊരു മെഷീനുണ്ട്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനും ഇതുപോലെ തന്നെ സെയിമാണ്. അവിടെ ലോഡ് ചെയ്യുന്നു, നേരെ അത് അരഞ്ഞ് കുറച്ച് പൊടിഞ്ഞ് താഴത്തേക്ക് വരുന്നു. അതുപോലെ അത് കംപ്രസ്സായിട്ട് വെളിച്ചെണ്ണ താഴത്തെ ട്രെയിലേക്ക് വീഴുന്നു, വേസ്റ്റ് ഇപ്പുറത്തെ പാത്രത്തിൽ വിടുന്നു. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഈ ട്രെയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ട്യൂബ് വഴി ഒരു ടാങ്കിലേക്കാണ് പോകുന്നത്. ഈ 2 മില്ലുകളിൽ നിന്നും ഡയറക്റ്റായിട്ട് ടാങ്കിൽ വന്ന് വീഴുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെന്തുകൊണ്ട് സൗകര്യം തന്നെയാണ്. ആ ടാങ്കിൽ നിന്ന് നേരെ വെളിച്ചെണ്ണ പമ്പ് ചെയ്ത് ഇങ്ങനെ ഒരു ഫിൽറ്ററിലേക്കാണ് പോകുന്നത്. അതിൽ നല്ലപോലെ ഫിൽറ്റർ ചെയ്തിട്ട്, ഫിൽറ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ ചേട്ടൻ പിന്നീട് പറഞ്ഞു തരും. ആ ഫിൽറ്റർ ചെയ്ത് നല്ല തെളിഞ്ഞ വെളിച്ചെണ്ണയാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. അതും ഈ ടാങ്കിൻ്റെ പുറകിലായിട്ട് മറ്റൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടാങ്കിൽ വന്ന് കളക്ട് ആവും. ആ ടാങ്കിൽ നിന്ന് നേരെ പമ്പ് ചെയ്ത് ഇത് മറ്റ് മുകളിലൊരു വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അത് ടാങ്കിലേക്കാണ് പോകുന്നത്. ആ ടാങ്കിൽ നിന്ന് ടാപ്പ് വഴി നമ്മുടെ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന ബാരലിലേക്കോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനുള്ള കുപ്പിയിൽ ഫില്ല് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ബാൻഡിങ്ങും കൂടി നടത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഈ കാണുന്നത്.
അപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ശരിക്കും പറഞ്ഞാൽ 12 ബോട്ടിൽ അടങ്ങുന്ന ഓരോ ബോക്സുകളിലായിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റിലേക്കും ഷോപ്പുകളിലേക്കൊക്കെ പോകുന്ന ഒരു പാക്കിങ് സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇസബെല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ തയ്യാറാക്കിയ പോലെ തന്നെ 1 ലിറ്ററിൻ്റെ പൗച്ച് തയ്യാറാക്കുന്ന ഒരു മെഷീൻ കൂടെ ഉണ്ട് കേട്ടോ. അതും ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്ത് 1 ലിറ്റർ പാക്ക് പൗച്ച് റെഡിയാക്കി വരുന്നതാണ്. അപ്പോൾ കൊപ്ര ആട്ടുന്നത് മുതൽ വെളിച്ചെണ്ണ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നത് വരെ കരസ്പർശമേക്കാതെ നല്ല ക്ലിയർ ആയിട്ടാണ് ഇവിടെ വെളിച്ചെണ്ണ മേക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചീത്താവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇസബെല്ല നാടൻ വെളിച്ചെണ്ണയുടെ മാനേജറായിട്ടുള്ള ഫൈസി ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം കഞ്ഞിക്കുഴി പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചേട്ടൻ തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും. ഈ സ്ഥാപനത്തിൽ 100% ഓർഗാനിക് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള തേങ്ങകൾ കൊണ്ടുവന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇട്ട് തന്നെ തേങ്ങ വെട്ടി വെയിലത്തും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഡ്രയറുകളിലൊക്കെ വെച്ച് ഉണക്കി ഇവിടെ ഇട്ട് തന്നെ ആട്ടിയെടുത്ത് ശുദ്ധമായ രീതിയിൽ തന്നെയാണ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ യാതൊരുവിധ കെമിക്കൽസോ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ഈ വെളിച്ചെണ്ണയിൽ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. മാത്രവുമല്ല, ഏതൊരു കസ്റ്റമറിനും ഈ സ്ഥാപനത്തിൽ വരുവാനും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും അത് കണ്ട് ബോധ്യപ്പെട്ട് അവർക്ക് വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് പോകാവുന്ന ഒരു സൗകര്യം നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ തന്നെ ഇപ്പോൾ നാടൻ തേങ്ങകൾ നമുക്കറിയാം. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ കേരഗ്രാമം എന്ന് പറയുന്ന ഒരു വലിയൊരു പദ്ധതി, കേര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൻ പ്രദേശത്തുള്ള കേര കർഷകരിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങകൾ അവർക്ക് ന്യായമായ വില കൊടുത്ത് നമ്മളിവിടെ സംഭരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം, കോഴിക്കോട്, വയനാട് പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് തേങ്ങ ഞങ്ങളിവിടെ എടുത്തുകൊണ്ട് വരുന്നത്. നമുക്കിവിടെ പിന്നെ ഇലക്ട്രിക് ഡ്രയറുണ്ട്, അതുപോലെ തന്നെ ബ്ലോവർ സിസ്റ്റം ഉണ്ട്, പണ്ടുകാലമുള്ള ഏരിയകളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഡ്രയറിൽ കൊപ്രയിട്ട് ഉണക്കുമ്പോൾ ഇതേപോലെ യാതൊരുവിധ പുകക്കറയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ശുദ്ധമായ നമുക്ക് കൊപ്ര നമുക്കിവിടെ ലഭിക്കും. ഇത്തരം കൊപ്ര ഉപയോഗിച്ചുകൊണ്ടുള്ള വെളിച്ചെണ്ണ നിർമ്മിക്കുമ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് ഗുണനിലവാരം മറ്റ് വെളിച്ചെണ്ണകളേക്കാൾ കൂടുതലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത്തരം കൊപ്രകൾ നല്ല രീതിയിൽ നമുക്ക് ഡ്രയറിൽ വീണ്ടും ഇട്ട് ഉണക്കിയതിന് ശേഷം ചണച്ചാക്കുകളിലാക്കിയിട്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ആട്ടുന്നതിൻ്റെ തലേ ദിവസം വീണ്ടും അത് ഒന്നുകൂടി എടുത്ത് ഡ്രയറിൽ ഇട്ടിട്ട് നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണ കിട്ടും. അതിൻ്റെ ഗുണനിലവാരം ഒട്ടും തന്നെ കുറയില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. നമുക്ക് ഇപ്പോൾ പ്ലാന്റിലേക്ക് നമുക്കൊന്ന് കയറി കാണാം. ഇത് നമ്മൾ അത്തരത്തോളം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൊപ്രകളാണ്. ഈ കൊപ്രകൾക്ക് യാതൊരുവിധ കേടുകളോ പൂപ്പലോ ഫംഗസോ ഒന്നും തന്നെ പിടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോൾ ഞങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളിത് സ്റ്റോക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഇത്ര നാളായിട്ട് പോലും ഉണ്ടോ യാതൊരുവിധ കൊപ്രയ്ക്ക് യാതൊരുവിധ കേടോ അല്ലെങ്കിൽ പൂപ്പലോ ഫംഗസോ ഒന്നും തന്നെ പിടിച്ചിട്ടില്ല. ഇപ്പം തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഉണ്ടാ നല്ല രീതിയിൽ തന്നെ ഈർപ്പം വലിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ചണച്ചാക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ സ്റ്റോക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ചണച്ചാക്കുകളിൽ വേണം സ്റ്റോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യാതൊരുവിധ ഈർപ്പമൊന്നും തട്ടാതെ അതിൻ്റെ കംപ്ലീറ്റ് ആ ട്രയറായിട്ട് തന്നെ ആ കൊപ്ര ഇരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് കൊപ്ര കട്ടർ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മൾ കൊപ്ര ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്യുന്ന ഒരു മെഷീനറിയാണ് ഇത്. കൊപ്ര കട്ടർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത കൊപ്രകൾ ഈ എക്സ്പില്ലർ എന്ന് പറയുന്ന ഈ മെഷീനിലിട്ടാണ് ആട്ടുന്നത്. ഇത് 3 പ്രാവശ്യം ഇതേപോലെ നമ്മൾ ഫസ്റ്റ് അടിച്ചു, സെക്കൻഡ് അങ്ങനെ 3 പ്രാവശ്യം ആട്ടിക്കഴിയുമ്പോൾ ദാ കാണുന്ന രീതിയിലുള്ള പിണ്ണാക്കായിട്ട് ആണ് മാറുന്നത്. അത്തരം പിണ്ണാക്കുകൾ ഇവിടെ സാധാരണ കന്നുകാലികൾക്ക് അതുപോലെ തന്നെ ആടുമാടുകൾ അതുപോലെ തന്നെ കോഴിത്തീറ്റ ഇങ്ങനെയുള്ളവരായിട്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇങ്ങനെ ഫസ്റ്റ് വെളിച്ചെണ്ണ ആക്കുന്നത് നമ്മുടെ ഈ ഒരു ടാങ്കിലാണ് വന്ന് നിക്ഷേപിക്കുക. അവിടെ നിന്നും ഈ മോട്ടോർ ഉപയോഗിച്ച് ഈ കാണുന്ന ഫിൽട്ടർ പ്രസ് എന്ന് പറയും. ഈ മെഷീന്റെ പേര് ഫിൽട്ടർ പ്രസ് എന്നാണ്. ഏകദേശം 28ഓളം പ്ലേറ്റുകൾ ഇതിലുണ്ട്. ഇതിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത് കോട്ടൺ ക്ലോത്തുകളാണ്. ഈ ക്ലോത്തിലൂടെ കയറി ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെളിച്ചെണ്ണ കിട്ടുന്നത്. ഈ വെളിച്ചെണ്ണ വന്ന് വീഴുന്നത് അപ്പുറത്തുള്ള ഒരു ടാങ്കിലാണ്. ആ ടാങ്കിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുകളിലത്തെ ടാങ്കിലേക്ക് വരികയും അതിൽ നിന്ന് പൈപ്പ് വെച്ചുകൊണ്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഷോപ്പുണ്ട്, അങ്ങോട്ട് പോയി പിന്നെ ഇവിടെ നിന്നൊക്കെ വെളിച്ചെണ്ണ എടുക്കുന്നത് ഈ മുകളിലത്തെ ടാങ്കിൽ നിന്നാണ്. ഇത് നമ്മുടെ പ്ലാന്റിനോട് ചേർന്നിട്ടുള്ള ഔട്ട്ലെറ്റ് ആണ്.
നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളി അച്ചാർ മുതൽ നാരങ്ങ അച്ചാർ വരെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഒന്നാം തരം മഞ്ഞൾപ്പൊടി, കുരുമുളക്, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു, തേയില ഇവയെല്ലാം നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇസബെല്ല ബ്രാൻഡിൽ തന്നെ ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങൾ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ഓരോ സ്പൂൺ ഉള്ളി കഴിക്കുന്നത് വരെ വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ പോഷക ഗുണം കൂടിയതാണ്. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ലാറിക് ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വിനീഗർ. നമ്മൾ തേങ്ങാ വെള്ളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിനീഗർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കള്ളും വിനാഗിരി ആണ് നമ്മുടെ നാച്ചുറൽ വിനീഗറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കള്ളിൻ്റെ അളവ് ഇപ്പോൾ ലഭ്യമല്ലാത്തത് കാരണം അതിൻ്റെ എത്രത്തോളം അതിൽ കൃത്യമായിട്ടുള്ള വിനാഗിരി കിട്ടുന്നുണ്ട് എന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇവിടെ തേങ്ങാവെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിനീഗർ 100% ഗുണമേന്മയുള്ളതാണ്. തേങ്ങാവെള്ളത്തിൻ്റെ എല്ലാവിധ പോഷക ഘടകങ്ങളും ഈ വിനാഗിരിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ, ഈ ഇസബെല്ല വെളിച്ചെണ്ണ, ഇതും നമ്മുടെ ഈ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 1/2 ലിറ്റർ മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. 1/2 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട്, അതുപോലെ തന്നെ 1 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട്, പിന്നെ നമുക്ക് പൗച്ചുണ്ട്, അതുപോലെ തന്നെ 2 കിലോയുടെയും 5 കിലോയുടെയും ക്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ്. അത് മാത്രമല്ല, ഇനി വേറൊരു ആള് അല്ലെങ്കിൽ കസ്റ്റമർ 10 കിലോ 15 കിലോയുടെ ക്യാനായിട്ട് വരികയാണെങ്കിൽ അതും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ തരത്തിലും, കാരണം കസ്റ്റമറിന് ആവശ്യാനുസരണം എന്താണോ അതനുസരിച്ച് ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ ചെറിയ പ്രസ്ഥാനത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിനോട് ചേർന്ന് തന്നെയുള്ള മുഹമ്മയിലെ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റും കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ചിത്രം വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തെങ്ങേറ്റം മുതൽ തേങ്ങ എടുത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് വരെയുള്ള പ്രോസസ്സിങ് നല്ല കാർട്ടൂണിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇസബെല്ല നാടൻ വെളിച്ചെണ്ണ 100% ശുദ്ധമാണ്. ഇതിൽ യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ചേർക്കാത്തതാണ്. ആയതിനാലാണ് ഇസബെല്ല ബ്രാൻഡിനോടൊപ്പം നോ കെമിക്കൽസ് ആൻഡ് നോ പ്രിസർവേറ്റീവ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ മുഹമ്മയിലെ ഔട്ട്ലെറ്റ് കൂടാണ്ട് കഞ്ഞിക്കുഴി വനസ്വർഗത്തും, തലവടി ആലപ്പുഴയിലും, എറണാകുളം പള്ളുരുത്തിയിലും, തോപ്പുംപടിയിലും നമുക്ക് ഔട്ട്ലെറ്റുകൾ ഉള്ളതാണ്. കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആവശ്യക്കാർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഹമ്മയിലെ ഷോപ്പിന് മുമ്പിലായിട്ട് തന്നെ വെളിച്ചെണ്ണയുടെ ശുദ്ധത ഉപയോഗിച്ച് ബോധ്യപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് പോസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും. അവിടെ നമ്മൾ നേരെ തോപ്പുംപടിയിലേക്കാണ് വന്നേക്കണം. അപ്പോൾ തോപ്പുംപടിയിലെ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ തോപ്പുംപടി പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഇസബെല്ല നാടൻ വെളിച്ചെണ്ണയുടെ തോപ്പുംപടിയിലെ യൂണിറ്റാണ്, ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഞാനാണ് ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 1/2 ലിറ്റർ മുതൽ 5 ലിറ്ററിന്റെ ക്യാൻ വരെ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ലൂസ് എത്ര ലിറ്റർ വേണമെങ്കിലും എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കെമിക്കലും പ്രിസർവേറ്റീവും ചേർക്കില്ല എന്നുള്ള ബോർഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ അത് ഇവിടുത്തെ വെളിച്ചെണ്ണയിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൽ ആരെങ്കിലും പ്രൂവ് ചെയ്യണമെങ്കിൽ, ഇതിനകത്ത് കെമിക്കൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്റെ ഗ്യാരണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആദ്യം സൂചിപ്പിച്ച നമ്മുടെ സുഹൃത്തായ ടിട്ടുവിൻ്റെ യൂണിറ്റാണ്, കൊച്ചിയിലെ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വീട്ടിലേക്ക് സാധാരണ വെളിച്ചെണ്ണ മേടിച്ചിട്ട് പോകാറ്. ഇപ്പോൾ കുറേ നാളുകളായി നമ്മൾ വീട്ടിലേക്ക് സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു ഡൗട്ടും ഇല്ലാത്തത്. അപ്പോൾ ആലപ്പുഴയിൽ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന യൂണിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചു. അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഭാഗത്ത് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ കൊച്ചി ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റിൻ്റെ നമ്പർ ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അവിടെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് അവിടെ വന്ന് മേടിക്കാം. ഇനി എവിടെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസ് വഴി നമുക്ക് ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനെ കൊടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുടെ ലിങ്കുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.